നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത്തു നിൽക്കാൻ ഞാനും. അച്ഛാ, ശരത്തേട്ടൻ വന്നു. ഏട്ടനും ഏട്ടന്റെ നിത്യക്കുട്ടിയൊക്കെ കേൾക്കാൻ ഞാൻ ഒരു തീരുമാനം പറയാം. ആദ്യം തന്നെ പറയാം, തീരുമാനം അന്തിമോ, അപ്പീലേ ഇല്ല. എന്താ? ഒന്നുമില്ല ശരത്ത് മോനെ. മോനും എന്റെ മോക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്താ അച്ഛാ? നിങ്ങളുടെ കല്യാണ തീയതി ഞാനങ്ങ് തീരുമാനിക്കും. ഏറ്റവും അടുത്ത ദിവസം, ഏറ്റവും ആദ്യത്തെ മുഹൂർത്തം. അടുത്ത ദിവസം തന്നെ ജോത്സ്യം വരും, തീയതിയും സമയം കുറിക്കാൻ. കേട്ടല്ലോ? അത് കലക്കിയുടെ മനോഹര. പിടിവാശിയൊക്കെ വിട്ട് നീ ഒരു നല്ല തീരുമാനം എടുത്തല്ലോ. എനിക്ക് എന്ത് പിടിവാശി അമ്മേ. എന്റെ മകൾ ഒരാളെ ഇഷ്ടപ്പെട്ടു. ഇവക്ക് അവനെയാ ഇഷ്ടം, അയാൾക്ക് അവളെ ഇഷ്ടം. നമ്മളെതിർത്താല് അവര് ഒരുമിച്ച് തന്നെ ജീവിക്കും. അപ്പൊ പിന്നെ നാടറിഞ്ഞ് നമ്മൾ ഭംഗിയായിട്ട് അങ്ങോട്ട് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. പിന്നല്ലാതെ അച്ഛൻ ഈ ഇപ്പൊ എടുത്ത തീരുമാനം ഇല്ലേ, ഇത് കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു. അല്ല മനോഹരേട്ട, അത് എന്താ പാർവതി, നിനക്ക് അഭിപ്രായ വ്യത്യാസം വല്ലോ? സ്വന്തം മകളുടെ കല്യാണം പെട്ടെന്ന് നടത്തുന്നതിൽ നിത്യക്ക് വിവാഹപ്രായം ആയിട്ടില്ലെന്നാ ഇവളുടെ വിചാരം. എന്റെ അമ്മ, എന്നെ ഒന്ന് വെറുതെ വിട്. എനിക്ക് എന്ത് എതിർപ്പാ മനോഹരേട്ട? അപ്പോ എന്റെ തീരുമാനം നീ കൈയടിച്ച് പാസാക്കി. നല്ല കാര്യം. നിത്യമോളെ. എന്തോ? അയ്യോ, എന്റെ മോക്ക് ഇങ്ങനെയൊക്കെ വിളിയാക്കാൻ അറിയോ? മോക്ക് ഈ തീരുമാനത്തില് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ലച്ചാ, സന്തോഷമേ ഉള്ളൂ. അതറിഞ്ഞതിൽ അച്ഛന് വലിയ സന്തോഷം. അപ്പോ മോടെ കല്യാണ ഡ്രസ് എവിടുന്ന് എടുക്കണ്ടെന്ന് ആലോചിക്കുക. ശരി അച്ഛാ. അച്ഛാ, ഇത്ര പെട്ടെന്ന് കല്യാണം വേണോ? എന്താ, ശരത്തിന് കല്യാണ പ്രായമായില്ലേ? അതല്ല. ഏതല്ല? അച്ഛനെ അമ്മയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള വിഷമമാണോ? അതൊന്നും സാരമില്ല ശരത്തെ. ശരത്തിന്റെ കുറവുകളൊക്കെ ഞങ്ങൾ അങ്ങ് സഹിച്ചു. അത് മാത്രമല്ല, നാട്ടുകാരുടെ അടക്കം പറച്ചില്ലേ ഇപ്പോ പരസ്യമായ പരിഹാസമായി. ഈ പാവ അമ്മയ്ക്ക് അമ്പലത്തിൽ പോയാൽ ഒന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ. ഇല്ലേ അമ്മേ? ഞാൻ പറഞ്ഞില്ലേ ആ ജഗദമ്മയും സുലോചനയൊക്കെ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന്. നാട്ടുകാരെയെല്ലാം ക്ഷണിച്ച് ആചാരപ്രകാരം കല്യാണം, പിന്നെ സമുദായ രജിസ്റ്ററിൽ ഒപ്പിടണം. പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ കല്യാണം രജിസ്റ്റർ ചെയ്യണം. അല്ലച്ചാ, ഈ സാക്ഷികളായിട്ട് നമുക്ക് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ വിളിക്കാച്ചാ. അല്ല, ഈ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെ വേണം. കറക്റ്റ്. പിന്നെ ശരത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അയാളെ വിളിക്കാം. വിലയുടെ മേൽനോട്ടക്കാരനില്ലേ, എന്താ അയാളുടെ പേര്? ഉമറോ അമറോ? സമർ. സമർ 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 അവൻ തന്നെ. അദ്ദേഹത്തെ ഉറപ്പായിട്ട് വിളിക്കണം. ഇങ്ങോട്ട് തന്ന മഞ്ഞ ലഡ്ഡു ഒക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ? അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനമായി. പിന്നെ തെറ്റിക്കാതെ ജനഗണമന പാടാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ പഠിക്കും. സഭ പിരിഞ്ഞേക്കാം. കാര്യം അല്ലച്ചാ, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ, ശരത്ത് പറഞ്ഞോ. അല്ല, ഇത്ര പെട്ടെന്നൊരു കല്യാണം നടത്തിയാല് അച്ഛന് ബാധ്യതകളുടെ കൂടെ ഒരു അമിതഭാരം കൂടിയാവില്ലേ? അയ്യോ, ശരത്ത് മോനന്റെ ബാധ്യതയും ഭാരം ഓർത്ത് വിഷമിക്കണ്ടെന്നേ. ഒരച്ഛനും സ്വന്തം മകൾ ഒരു ബാധ്യതയല്ല. മകളുടെ കല്യാണം നടത്തുന്നത് ഒരു ഭാരവും അല്ല, അത് കടമയും ഉത്തരവാദിത്വവും. വയലിൽ പണിയെടുക്കുന്ന കാളകളുടെ ജന്മാവകാശ ശരത്തെ കഴുത്തിലെ നുകം. ചത്തുകെട്ട് വീഴുന്നത് വരെ അതിങ്ങനെ ഉഴുതുകൊണ്ടേയിരിക്കും.
ഒളിഞ്ഞു നടക്കുന്ന അമ്പലക്കാളുകൾക്ക് അതറിയില്ല. എന്നാലും ഇത്ര പെട്ടെന്ന് അത് പിന്നെ ശരത്തെ, ഞങ്ങളുടെ കുട്ടിയുടെ ഭാവി ഞങ്ങക്ക് നോക്കണ്ടേ? ഏ? ആ നാളെ ശരത്ത് കാവ്യൊക്കെ കൊടുത്ത് കാശിക്കോ രാമേശ്വരത്തോ പോയാലോ? അല്ലെങ്കിൽ ഈ സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമി ശരത്താനന്ദ ഭദ്രാനന്ദയായി കൈലാസത്തില് തപസ്സിന് പോയാലോ? നിത്യമോളുടെ ഭാവി എന്താവും? എന്റെ ഭാവി ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഒരു നിവർത്തിയില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ കായലിൽ മുക്കി കൊന്നോളും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചോളും. അത് അടുത്ത ഘട്ടം. പെട്രോളിന്റെ വിലയൊന്ന് കുറഞ്ഞോട്ടെന്നേ. അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ പോലെ തീരുമാനം അന്തിമം. നിന്റെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് നിരുപാധികം വിട്ടുതന്നിരിക്കുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് നിനക്കും ശരത്തിനും തീരുമാനിക്കാം. കാര്യങ്ങള് നിന്റെ മുത്തശ്ശിയും ഞാനും നിന്റെ അമ്മയും ദേവികയും ചേർന്ന് തീരുമാനിക്കും. ഓ, എനിക്ക് സന്തോഷമായി മനോഹര. ഈ കാര്യത്തിലെങ്കിലും നീ എന്നെ മുന്നിലൊന്ന് നിർത്തിയല്ലോ. ഈ കളിയില് അല്ല, ഈ കല്യാണത്തില് അമ്മയെ തന്നെ ഞാൻ മുമ്പിൽ നിർത്തും. കാരണം ശരത്ത് മോൻ ഈ വീടിന്റെ സ്വത്താകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അമ്മയല്ലേ. ആ ശരി, ഇനി എല്ലാവർക്കും പോയി കിടന്നുറങ്ങാം. അതെ മനോഹര, ഞാനേ എന്റെ മൊബൈൽ ഫോൺ എടുത്തോണ്ട് വരട്ടെ. എന്തിനമ്മേ? അല്ല, ആ ജഗദമ്മയെ സുലോചനയൊക്കെ ഒന്ന് വിളിച്ചു പറയാൻ. നിത്യമോളുടെ കല്യാണം ഉടനെ ഉണ്ടെന്ന്. ഈ രാത്രിയിലോ? എന്റെ അമ്മ മൊബൈൽ ടവർ വരെ കിടന്നുറങ്ങി. അമ്മയും പോയി കിടന്നുറങ്ങും. പൊക്കോ. ಗಾಡಿ ಬರ್ತೀನಿ ಇಂದ ಹೇಳಿದಾನೆ. ಕರೆಯಿಲ್ಲೇರ. ഓ ഒപ്പ് കരുന്നേരം ഇരുന്നാളാ. ഓ ഓ സാവ് വരുന്നേരെ അവർക്ക് ഭയം ഇരല്ലേ. ഓ ഓ ഈ കൊച്ചിനെ വാരി ഭിത്തിയിലടിക്കും. തെങ്ങി പോകലെ ചിതറും പോലെ ചിതറും. കാണണോ നിനക്ക്? അമ്മ ഉമ്മ എന്തോ നടി ഇത്? കരയാനും കുറുക്ക് തിന്നാനും മാത്രം വാ തുറക്കുന്ന ഒരു ജന്മം. അമ്മ, കുഞ്ഞിനെന്തോ സൂക്കേടാ. അടി കിട്ടാതെ സൂക്കേട്. അങ്ങ് മായാണ്ടി കുപ്പത്ത് ചെല്ലുമ്പോഴേ എല്ലാം തീർന്നോളും. അവരെ ഇരുമ്പ് പഴിപ്പിച്ച് കയ്യിലും കാലിലും വെക്കും. കയ്യും കാലും പിരിച്ചൊടിക്കും. പുകയിലെ വെള്ളം കുടിപ്പിക്കും. എന്നിട്ടേ വെയിലത്ത് കിടത്തും. അമ്പലത്തിന്റെ പള്ളിയുടെ മുന്നില്. ഇവിടുത്തെ ചില ന്യൂ ജനറേഷൻ ബാങ്കുകളെ പോലെയാ ഭിക്ഷാടന മാഫിയ. മാഫിയ എന്ന് പറയാൻ പറ്റില്ല.